നമസ്കാരം. ഇന്ന് വൺ തോട്ടിൻ്റെ 100ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇത് നിങ്ങളുടെ കൂടെ ഈ തോട്ട്സ് ഷെയർ ചെയ്യുന്നതിൽ. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പേര് ഡോക്ടർ സിനി. ഞാൻ പൊന്നാനിയിലാണ് നിംബ ആയുർവേദ പിന്നെ അമൃത ഫാർമസി എന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ തോട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ തോട്ട് അൽസിമേഴ്സിനെ കുറിച്ചാണ്. ഇന്ന് അൽസിമേഴ്സ് ഡേ ആണ്. അപ്പോൾ അൽസിമേഴ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അൽസിമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മെമ്മറി, തിങ്കിങ്, പിന്നെ നമ്മുടെ ബിഹേവിയർ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇതിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ സെൽസ് പതുക്കെ ഈ പ്രോട്ടീൻ ബിൽഡപ്പ് കാരണം അത് ഡെഡായി പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ ഫങ്ഷൻസും നിന്ന് വരികയാണ്. അപ്പോൾ ചെറുതായിട്ട് മെമ്മറി ലോസിൽ നിന്ന് തുടങ്ങി പിന്നെ പൂർണ്ണമായിട്ട് ആളെന്താണ്, ചുറ്റുമുള്ള ആൾക്കാർ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വരെ ലൂസ് ചെയ്യുന്ന ഒരു രീതിയിൽ വരെ അത് വരാം. അൽസീമേഴ്സ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോമാണ് ഡെമെൻഷ്യയുടെ. അത് ഡെമെൻഷ്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അൽസീമേഴ്സ് ഡിസീസാണ്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, അതായത് പല കൺഫ്യൂഷൻസ് അറൈസ് ചെയ്യും. എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണം, നമ്മൾ വിചാരിക്കുന്ന കാര്യം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പറ്റാതെ ആവല്, ബിഹേവിയറൽ ചേഞ്ചസ്, ഇതൊക്കെ അതിൽ കോമൺ ആണ്. തന്മാത്ര എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം ഫിലിമിലാണ് അല്ലേ മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് ഈ ഒരു മെമ്മറി ലോസ് ബാധിച്ച് ഏത് ലെവൽ വരെ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കുറേ ലക്ഷണങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ മെമ്മറി മറന്നു പോവുക. ഇപ്പോൾ ഇന്നലെ ചെയ്ത കാര്യം ചോദിക്കുമ്പോൾ അതെന്തായിരുന്നു പെട്ടെന്ന് ഓർമ്മ വരാത്തൊരു സിറ്റുവേഷൻ. പിന്നെ ഒരു കൺഫ്യൂഷനും ഡിസോറിയൻറ്റേഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ ഞാൻ ചെയ്തു വന്നത് എന്നുള്ളത് മറന്നു പോവുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരിക. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുക. അത് ശരിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റാണ്ട് ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുക്കിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണതിലായിരിക്കും, ഈ മാത്സ് പ്രോബ്ലംസ് ചെയ്യണതിലായിരിക്കും, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക. ഇതൊക്കെ അതിൻ്റെ കുറേ ലക്ഷണങ്ങളാണ്. ബിഹേവിയർ ചേഞ്ചസ്, അതായത് മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, പിന്നെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുക, അങ്ങനെ പലതും ഇതിലുണ്ടാവും. ലാംഗ്വേജിൻ്റെ ഡിഫിക്കൽട്ടീസും ഇതിൽ കാണുന്നുണ്ട്. ഭയങ്കര നമുക്ക് പറയാൻ പറ്റാതെ ആ ലാംഗ്വേജിൽ, നമ്മളിപ്പോൾ മലയാളം പഠിച്ചവരാണെങ്കിൽ മലയാളത്തിൽ എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് മറന്നു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് വരുംതോറും നമുക്ക് നടക്കാൻ പോലും എങ്ങനെയാണ് നടക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ വരെ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇത് പല കാരണങ്ങളുകൊണ്ടുണ്ടാവാം. അതൊരു 60-65 ഒക്കെ ആയിട്ടാണ് പൊതുവേ ഉണ്ടാവുന്നത്. പിന്നെ ഫാമിലിയിൽ ജെനറ്റിക്സ് വഴി ഉണ്ടാവാം. പിന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, നമ്മുടെ പുവർ ആയിട്ടുള്ള കറക്റ്റ് സമയത്തിന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ്, പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, അതായത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിൻ്റെ കുറേ ഇഷ്യൂസ്, ഇതൊക്കെ ഈ അസുഖത്തിന് കൂട്ടുന്നുണ്ട്. ഹെഡ് ഇഞ്ചുറിയാണ് പിന്നെ മറ്റൊരു കോസ് ഇത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ളത്. അൽസൈമേഴ്സിൽ ഇതിന് ക്യൂറൊന്നുമില്ല. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മെൻ്റൽ കാൽക്കുലേഷൻസ് കൂടുതൽ നടത്തണം. നമ്മളിപ്പോൾ ഫോണും കമ്പ്യൂട്ടേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പണ്ടൊക്കെ നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുന്നത് ഒക്കെ നിർത്തിയിട്ട് ഇപ്പം നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുക. അത് കാരണം ആർക്കും തൊട്ടടുത്ത റിലേറ്റീവ്സിൻ്റെ വരെ നമ്പേഴ്സ് അങ്ങനെ ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ നമ്പേഴ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫോൺ നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക. പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ്, ആധാർ നമ്പർ, പാൻ നമ്പർ, ഇതൊക്കെ കഴിയുന്നത് പോലെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും മാത്സ് കാൽക്കുലേഷൻസ് കാൽക്കുലേറ്ററിൽ അല്ലെങ്കിൽ മൊബൈലിൽ ചെയ്യുന്നതിന് പകരം അല്ലാണ്ട് ചെയ്യാൻ ശ്രമിക്കുക.
അതൊക്കെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ മെൻ്റൽ എക്സസൈസസ് പലതും ഉണ്ട്, മെൻ്റൽ കോർഡിനേഷൻ ശരിയാക്കാവുന്നത്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ വാക്കിംഗ്, ബേസിക് ആയിട്ടുള്ള വാക്കിംഗ് പോലെയുള്ള എക്സസൈസ്, പിന്നെ കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള എക്സസൈസസ്, അതായത് സ്കിപ്പിംഗ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക. യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.